കേരളത്തിലെ ദേശീയപാത 66 നിർമ്മാണത്തിൽ മലബാർ മേഖലയിൽ ഏറ്റവും വേഗത കുറഞ്ഞ രീതിയിൽ പണി ചെയ്യുന്ന റീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. വടകര ഭാഗത്ത് പണി ചെയ്യുന്ന വാഗഡിന്റെ റീച്ച്. എന്നാൽ ആ ഒരു ഉത്തരം മാറ്റി വെച്ചേക്കേണ്ടി വടകരയ്ക്ക് മാറി. വടകര മാറിയിട്ടില്ല, പക്ഷേ ഈ റീച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തിരുവങ്ങൂർ ഭാഗത്താണ്. തിരുവങ്ങൂർ മുതൽ പയ്യോളി ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഭവം ഒരു രക്ഷിത മക്കളെ, അടിപൊളി മാറ്റമാണ് ഈ ഭാഗത്ത് നടന്നിട്ടുള്ളത്. തിരുവങ്ങൂറാണ് ഈ കാണുന്നത്. തിരുവങ്ങൂറൊക്കെ മാറി. തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടങ്ങൾ റോഡ് മാർക്കിങ്ങിൻ്റെ പണി, ആ ഒരു ഫൈനൽ ഷോൾഡർ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മീഡിയയിലുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. രണ്ട് സൈഡിലുള്ള ഷോൾഡർ മാർക്കിംഗ് കഴിഞ്ഞു. ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ പണിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടതുവശത്തുള്ള സർവീസ് റോഡിൻ്റെ പണി കുറച്ചവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 4 വട്ടം കേരളം മൊത്തം ദേശീയപാതയുടെ നിർമ്മാണം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു തല മുതൽ ആ തല വരെ, അതായത് തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ സഞ്ചരിച്ചു. നേരിട്ട് മനസ്സിലാക്കിയതിൻ്റെ ബോധ്യത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിലെ ദേശീയപാത 66 നിർമ്മാണത്തിൽ വളരെ സ്ലോ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന റീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഇനി ഒരേ ഒരു ഉത്തരവുള്ളൂ. അത് തിരുവനന്തപുരം ജില്ലയിലെ RDS കമ്പനിയുടെ റീച്ച്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെയൊക്കെ കോലങ്ങൾ കണ്ടതല്ലേ? 2 വർഷം കൊണ്ട് ഒരു പണി ആകെ പണി നടന്ന് ആ കമ്പി എടുത്ത് അങ്ങോട്ട് വെച്ചു, ആ സൈഡിലുള്ള കമ്പി ഇങ്ങോട്ട് വെച്ചു. അവിടെ കുറച്ച് എങ്ങനെ മണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന പണിയല്ലാതെ കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല സുഹൃത്തുക്കളെ. ഇതാണ് ഞാൻ പറഞ്ഞ തിരുവങ്ങൂർ അണ്ടർപാസ്. തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. വെങ്ങളങ്ങോട്ട് കഴിഞ്ഞ് സർവീസ് റോഡിലേക്ക് ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ ആൾക്കാർ പിരായി പറഞ്ഞുകാണ്ട് അതിന് പോകല്. പക്ഷെ പൂർണ്ണമായിട്ടും ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്തു കൂടെയല്ല വാഹനങ്ങൾ പോകുന്നത്. കുറഞ്ഞ ഭാഗം സർവീസ് റോഡിലൂടെയാണ് ഈ ഒരു വടകര എത്തുന്നത് വരെ. കുറഞ്ഞ ഭാഗമല്ല, കൂടുതൽ ഭാഗം സർവീസ് റോഡിലൂടെയാണ് വടകര എത്തുന്നത് വരെ പോകുന്നത്. പക്ഷേ ചേമഞ്ചേരി ഭാഗം വരെ വളരെ കുറഞ്ഞ ഭാഗത്തു കൂടെ മാത്രമാണ് സർവീസ് റോഡിലൂടെ പോകുന്നുള്ളൂ. ചെങ്ങോട്ടുകാവ് വരെ സുഖമായിട്ട് പോകാം. അവിടെ കണ്ടങ്ങൾ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു. ആൻറ്റി ഗ്ലെയർ, എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി ഗ്ലെയർ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ഊരാളുങ്ങളുടെ റീച്ചിൽ മാത്രമല്ല ഇവിടെയും വെച്ചിട്ടുണ്ട്. മലപ്പുറത്താണ് ഇപ്പോൾ കാണാത്തത്. മലപ്പുറത്തും കോഴിക്കോടും കണ്ടില്ല. ഇവിടെ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൊയിലാണ്ടി ബൈപ്പാസിലൂടെ എങ്ങനെ പോകാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടി കൊല്ലം ആ ഒരു ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് കണ്ണൂർ വടകര ഭാഗത്തേക്ക് പോകുന്നത്. ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ സ്വയം റിസ്കിൽ പോകുക. ഇതാണ് ചേമഞ്ചേരി വരെ സുഖമായിട്ട് ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്തൂടെ ഇങ്ങനെ പോകുക. ചേമഞ്ചേരിയിൽ ചേമഞ്ചേരി കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ ആ ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെ ആ സൈഡിലൂടെ വരുന്ന കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ചെങ്ങോട്ടുകാവുന്ന് ഈ ഒരു ബൈപ്പാസിലൂടെ സർവീസ് റോഡിലൂടെ എങ്ങനെയാണ് പോവുക. ഞാൻ ഒരിക്കലും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ സ്വയം റിസ്കിൽ പോകുക. ഈ സർവീസ് റോഡിലൂടെ എങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡ് കാണാൻ പറ്റും. ഇത് സുഹൃത്തുക്കളെ കൊയിലാണ്ടി ബൈപ്പാസാണ്. ഒരുപാട് കാലമായി കൊയിലാണ്ടി കൊല്ലം ഭാഗത്തെ ബ്ലോക്കിലൊന്നും പെടാതെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. ഒരുപാട് കാലമായിട്ടുള്ള സ്വപ്നമായിരിക്കും സുഹൃത്തുക്കളെ കൊയിലാണ്ടി ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് കൊയിലാണ്ടി. ഈ കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലത്തിലുള്ള ആൾക്കാരായിരിക്കും ശരിക്കുള്ള കൊല്ലമാണ്. ഇവിടെ ഒരു കൊല്ലം ഉണ്ട് കേട്ടോ. ഈ കൊല്ലം ഒരിക്കലും നിങ്ങൾ മറക്കൂല. ഈ നിലവിലുള്ള 2 വരി ഹൈവേയിലൂടെ നിങ്ങൾ വടകര ഭാഗത്തേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ആ കൊല്ലം നിങ്ങൾ ഒരിക്കലും മറക്കൂല. അമ്മാതിരി ട്രാഫിക് ബ്ലോക്കാണ് കൊല്ലത്തുള്ളത്. കൊയിലാണ്ടിയിലും ഉണ്ട്. അതിലേറെയാണ് കൊല്ലം നിൽക്കുമ്പോൾ വലിയ ടൗണോ ഒന്നുമല്ല കേട്ടോ, ചെറിയൊരു ജംഗ്ഷൻ. അവിടെയാണ് പോലം ബ്ലോക്ക്. ഏതായാലും സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊയിലാണ്ടി ബൈപ്പാസ്. ഇവിടെ ലൈറ്റ് വെക്കുന്ന പണികൾ ഇനി ബാക്കിയുണ്ട്. റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഗ്ലെയർ വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഇതിലൂടെ ഒരു വട്ടം പോയ ആളുകൾ സൂക്ഷിച്ച് പോയിക്കോളും. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ രാത്രി ഒന്നും ഇതിലൂടെ അങ്ങനെ അന്തം കുന്നില്ലാതെ പോകരുത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ സ്വയം റിസ്കിൽ പോകുക. ഇതിലൂടെ പോയി പരിചയമുള്ള ആൾക്കാർ പിന്നെ ഇതിലൂടെ അങ്ങനെ പോയിക്കോളും. എന്താ സുഖം തരുമോ? തിരക്കില്ല, ഒന്നുമില്ല. ഒരുപാട് ദൂരത്തിൽ 6 വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ഓഫ് റോഡ് ഉള്ളൂ. പിന്നെ സർവീസ് റോഡിലൂടെയും പോകേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. ഇതാണ് ടാസ്ക് ഉള്ള പണി.
ഇവിടെ നിന്ന് കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, രാത്രിയൊന്നും അന്തം കുന്തും ഇല്ലാത്തതിലൂടെ അടിച്ച് മിന്നി പോകരുത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ഇതിലൂടെ വാഹനം ഓടിച്ച് പോകുക. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്നുള്ളത്. ആ കുന്നാകണ്, ആ കുന്ന് ആദ്യം സോയിൽ നെയിലിംഗ് ചെയ്തപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അന്ന് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്, മണ്ണിടിഞ്ഞ് വീണതും മറ്റു പരിപാടികളൊക്കെ. ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് വാളാണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, കുറച്ചൊരു ഓഫ് റോഡ് ഉണ്ടാകും ഇതിലൂടെ പോകുമ്പോൾ. കുറച്ച് പൊടിയും മണ്ണും അതേപോലെ ഓഫ് റോഡൊക്കെ സഹിച്ചാലും നമ്മളെ കൊല്ലം കൊയിലാണ്ടി ഭാഗത്തെ ബ്ലോക്കിലൊന്നും പെടാതെ സുഖമായിട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. ചെമ്മണ്ണാട്ടോ ഇവിടെ ഫുള്ള് ഇതേപോലത്തെ ചൗടി ചെമ്മണ്ണാണ്. ആ കുന്ന് വലിയ കല്ലുമുണ്ട്, ഇടയ്ക്ക് കരിമ്പാറുണ്ട്. നമ്മളെ സാധാ പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ മണ്ണാണ് ആ കുന്നിലുള്ളത്. ഇതൊക്കെ ആ കുന്നിൻ്റെ ആ സൈഡിലുള്ള മണ്ണാണ്. കണ്ടങ്ങൾ റോസ്, വെള്ള, ചേടി. ആ ചേടി എന്നും പറയും, ചോടി എന്നും പറയും. നമ്മളെ ഏരിയയിൽ ഏതായാലും ചോടി എന്നാണ് പറയല്. ഇവിടെ 6 ബ്ലോക്ക് വെച്ച് മണ്ണുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് അവിടെ മുതൽ അങ്ങോട്ട് കോൺക്രീറ്റ് വാളാണ്. കോൺക്രീറ്റ് വാളുണ്ടെങ്കിൽ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇനി സോയിൽ നെയിലിംഗ് അല്ല, സോയിൽ നെയിലിംഗ് ചെയ്തതിന് ശേഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി. അപ്പോഴാണ് എന്തോ ആട്ടിയത്, പിന്നെ NHA നിർദ്ദേശം വെച്ചു, ഇനി ഇവിടെ സോയിൽ നെയിലിംഗ് വിജയകരമല്ല. അതുകൊണ്ട് ജനപ്രതിനിധികളും മറ്റുള്ള മീറ്റിങ്ങിലൊക്കെ ഇവരെന്താട്ടി, കോൺക്രീറ്റ് വാള് തന്നെ വേണം എന്നുള്ള ശാഠ്യം പിടിച്ചു. അതുകൊണ്ട് കോൺക്രീറ്റ് വാളാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, പറയാൻ വിട്ടതാണ്. വാഗഡിൻ്റെ പണി ഇപ്പോൾ സ്പീഡ് കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ RDC പറഞ്ഞ കമ്പനി വന്നിക്കണേ. അതായത് അദാനി കമ്പനീൻ്റെ കീഴിലുള്ള RDC കമ്പനി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് RDC കമ്പനി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഏറ്റെടുത്തിട്ടുള്ളത് RDC കമ്പനിയാണ്. ഈ ഒരു കമ്പനി വന്നതിന് ശേഷമാണ് കുറച്ചൊക്കെ ഒരു വേഗത കൂടിയത് കേട്ടോ. മറ്റേത് അവർ സബ് കൊടുത്തതിന് ഇത് അദാനി ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു RDC. നമ്മൾക്ക് പിന്നെ അതിലെ ഡീറ്റെയിൽ ആയിട്ടാണ്ട് പോകണ്ട. ഈ ഒരു കുന്നേരിമല ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാക്കണേ, ഇങ്ങനെയാണ് റോഡ്. ഇങ്ങനെ പോകാം, സുഖമായിട്ട് പോകാം. ഇവിടെയൊക്കെ അവിടെയും ഇവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തൽ കാണാം. ഇവിടെ 200ഓളം വീടുകളുണ്ട് ഇടതുവശത്ത്. അവിടെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ NHA അതിനുള്ള പരിഹാരമൊക്കെ കാണട്ടെ. ഇങ്ങനെ ഒരുപാട് ദൂരത്തിൽ പണി കഴിഞ്ഞ കോലം ആദ്യം നമ്മൾ 1 വർഷം മുമ്പ് കാണിച്ച അതേപോലെ തന്നെയാണ് 2022 നമ്മൾ ആദ്യമായിട്ട് ഈ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടില്ല, ബൈപ്പാസിലോട്ട് വന്ന് കയറുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്താണ് ഏറ്റവും വേഗത്തിൽ പണി നടന്നത് കേട്ടോ. 11 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു ബൈപ്പാസാണ്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് റിയലൈൻമെൻറ്റ്, അതാണ് NHAയുടെ ഇത് പ്രകാരം ബൈപ്പാസാണ്. ചില ആൾക്കാർ എന്ത് ബൈപ്പാസ്, ഇത് NH66 അല്ലേ എന്നൊക്കെ ചോദിക്കും. സുഹൃത്തുക്കളെ, NHAയുടെ ആ ഒരു പേരിൽ തന്നെ ഇത് ബൈപ്പാസ് എന്നാണ്. വളാഞ്ചേരി ബൈപ്പാസ്, കോട്ടക്കൽ ബൈപ്പാസ്, തളിപ്പറമ്പ് ബൈപ്പാസ്, പയ്യന്നൂർ ബൈപ്പാസ്, ഇതൊക്കെ NHAൻ്റെ രേഖയിൽ അതൊക്കെ ബൈപ്പാസ് പെട്ടതാണ്. അതാണ് ഗ്രീൻഫീൽഡ് ആൻഡ് ബ്രൗൺഫീൽഡ് മിക്സ്. ബ്രൗൺഫീൽഡ് പറഞ്ഞാൽ എന്താ പറയുക, നിലവിലുള്ള റോഡ് വീതി കൂട്ടിയിട്ട് അതിമ തന്നെ പണിയെടുക്കുന്നതിനാണ് ബ്രൗൺഫീൽഡ്. അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, കുറച്ച് പറയാണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ വാഗഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ആ ഭാഗത്തൊക്കെ കട്ട് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു. അപ്പം ഇനി ഏതായാലും ഒരു 40 ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 40 ദിവസം കിട്ടുമോ അറിയില്ല. ആ ഒരു 40 ദിവസം കൊണ്ട് തീർക്കാവുന്ന അത്ര പണികൾ തീർക്കും എന്നാണ് ഇവിടെ നിന്ന് ഒരു പണിക്കാരനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത്. ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന അത്ര പണികൾ തീർക്കും. മഴ പെയ്യുമ്പോൾ പണി നടക്കൽ ഈ ഒരു ബൈപ്പാസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്ദി ബസാറിലെ ചെറിയൊരു ഗതാഗത കുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിലൂടെ വരുന്ന വാഹനങ്ങളും അതിലൂടെ വരുന്ന വാഹനങ്ങളും അപ്പുറത്ത് കൂടെ വരുന്ന വാഹനങ്ങളൊക്കെ ഒന്നായിട്ട് മിക്സ് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഈ പറന്ന് എവിടെ എത്തിയാൽ ഞങ്ങൾ തിക്കോടി എന്ന സ്ഥലത്തെത്തി. തിക്കോടിയിൽ കണ്ടങ്ങൾ റോഡ് മാർക്കിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കണ്ടിന്യൂ ആയിട്ട് റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ 1 വർഷം മുന്നേ നമ്മൾ വന്നപ്പോൾ മണ്ണുയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും മലബാർ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ വളരെ സ്ലോ ആയിട്ട് പണി നടന്നുകൊണ്ടിരുന്നൊരു റീച്ചാണ് ഈ കാണുന്ന വടകര റീച്ച്. അയ്യൂര് വെങ്ങളം, വടകര സ്ഥലപ്പേര് അതായതുകൊണ്ട് പറയാണ്. അയ്യൂര് വെങ്ങളം റീച്ച് നല്ല പേരുദോഷം മാറിയിട്ടുണ്ട്, ഇപ്പോൾ ഉഷാറായിക്കണ്. ഏതായാലും 1 വർഷം കൊണ്ട് പണികൾ പൂർണ്ണമായിട്ടും തീരും എന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ ഈ ചെയ്യുന്ന കംപ്ലൈൻറ്റുകളും നിങ്ങളിതിനെ പറ്റിയിട്ട് ഓരോ വീഡിയോ ചെയ്യണതെല്ലാം
NHAIയുടെ ബന്ധപ്പെട്ട ആളുകൾ കാണുന്നുണ്ട്. നല്ല പ്രഷറാണ് ഇവർക്ക് ഈ ഒരു വർക്ക് തീർക്കാത്തത് കൊണ്ട്. കാരണം കാര്യമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി ബൈപ്പാസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ബുദ്ധിമുട്ടില്ല എന്നല്ല കേട്ടോ, ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ടാകും. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലായെങ്കിൽ ഇതാണ് പയ്യോളി. ഈ പയ്യോളിയുടെ ഈ ഭാഗത്തെ കാഴ്ച എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം മുമ്പേറ്റേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പയ്യോളി മേൽപ്പാലത്തിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫയലൊക്കെ ഡിലീറ്റ് ആയി പോയി, അത് ഉണ്ട് എന്നുണ്ട് ഇതിൽ വെക്കേനി. അപ്പോൾ പയ്യോളിയിൽ കണ്ടങ്ങളെ മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഉടനെ ചീറിപ്പാഞ്ഞു പോകുന്നതായിരിക്കും. ഇവിടെ കണ്ടങ്ങൾ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ ആരംഭിച്ചു. അപ്പുറത്തും ഇപ്പുറത്തും പാലം മുട്ടിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിവിടെ എക്സ്പാൻഷൻ ജോയിനിങ് പണികൾ, അതിന് ബിറ്റുമിൻ BC ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു പണി. അതിനെന്തായാലും 2 ആഴ്ച എടുക്കും കേട്ടോ. പിന്നെ ലോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു 2 ആഴ്ച സമയം. എന്തായാലും ഒരു മാസം കൊണ്ട് പയ്യോളി, ഇത് കണ്ടെങ്കിൽ എന്തോരം ബ്ലോക്കാണ് ഇതിനടിയിൽ എപ്പോഴും പറയുന്നത്. ഇതാണ് പയ്യോളി മേൽപ്പാലം. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ, ഉഷാറാണ്. ഈ ഒരു പയ്യോളി ഭാഗത്ത് ഈ ഒരു മേൽപ്പാലം വന്നത് എന്തായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഗുണമായി. കാരണം ബസ് സ്റ്റാൻഡ് അപ്പുറത്താണല്ലോ, നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് പയ്യോളി. അപ്പം ഇനി പയ്യോളി ഈ വടകര കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പയ്യോളിയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ആ ഒരു ഗതാഗതക്കുരുക്ക് നമുക്ക് രൂക്ഷമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ സർവീസ് റോഡ് തീരെ വീതിയില്ല. അവിടെ ഇനി ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പടച്ചോൻ കയറുക. തീരെ വീതിയില്ലാത്ത സ്ഥലമാണ് ഈ ഒരു പയ്യോളി ഭാഗത്തൊക്കെ. സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കി ഉള്ളത് കൊണ്ടാണോ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. മലപ്പുറത്തും മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. വടകര ഫ്ലൈ ഓവർ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ചോറോഡ് ROB ബൗസ്റ്റിംഗ് ലോഞ്ചിങ് വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുന്നു. ഇതിങ്ങനെ ആ ജാക്കിൻ്റെ ഹൈഡ്രോളിക് ജാക്കിൻ്റെ മുകളിൽ വെച്ചതാണ്. മരത്തടിയിൽ ഇതൊക്കെ ഇതിൽ വെച്ചാൽ കേട്ടോ, പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ലേ. ഞാൻ അതിന്ന് ആ വീലും ആ ട്രാക്കും കാര്യങ്ങളൊക്കെ റെയിലും കാര്യങ്ങളൊക്കെ ഇതിന്ന് റിമൂവ് ചെയ്യാണ്ട്. ഏതായാലും ഇവിടെ 2 ട്രാക്ക് മാത്രമാണുള്ളത്. 2 ട്രാക്കും ഭാവിയിലെ 2 ട്രാക്കും അതൊക്കെ കണക്കാക്കിയിട്ട് കുറച്ച് വീതി ഉണ്ടാകും. കുറ്റിപ്പുറത്ത് 4 ട്രാക്കും 2 പ്ലാറ്റ്ഫോമും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ROB വെച്ചിട്ടുള്ളത്. ഇത്രയും നീളത്തിലാണ് കുറ്റിപ്പുറത്ത് വെച്ചത് കേട്ടോ. അതാണ് കുറ്റിപ്പുറത്ത് ഇത്ര സംഭവമാകാനുള്ള കാരണം. ഇത് പിന്നെ വെച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല, വെച്ചതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ട് എന്തായാലും കഴിയില്ല, ഹൈഡ്രോളിക് ജാക്ക് തന്നെ ആയിരിക്കും. എന്തായാലും കുറ്റിപ്പുറത്താണ് ആദ്യമായിട്ട് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് ബോസ്റ്റിംഗ് നീക്കി വെക്കുന്ന പണികൾ നടന്നു കിട്ടും. അത് NHAIൻ്റെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറോഡ് ROB ലോഞ്ചിങ് വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. വടകര ടൗണിൽ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ട്. അതേപോലെ പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗാഡർ വെച്ചു. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മാസം മുമ്പാണ് വടകര ഫ്ലൈ ഓവറിൻ്റെ കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുകളിൽ ബിറ്റുമിൻ ചെയ്യുന്ന പണികളൊന്നും അപ്പുറത്തും മുട്ടിക്കുന്ന പണികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഏതായാലും ചോറോഡ് ഈ ഭാഗത്ത് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ആ പഴയ ROB കൂടെ ഇങ്ങനെ പോയി അപ്പുറത്ത് നല്ല ഗതാഗതക്കുരുക്കാണ്. മുക്കാളി ഭാഗം വരെ ഗതാഗതക്കുരുക്കുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പയ്യോളി ഭാഗം വരെ നല്ല വേഗത്തിലാണ്. കൊയിലാണ്ടി ബൈപ്പാസിൽ ആ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി പണികൾ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പയ്യോളി വരെ സുഖമായിട്ട് നമുക്ക് ദേശീയപാത 66 ചീറിപ്പാഞ്ഞ് വരാം. ഈ പയ്യോളി അതേപോലെ വടകര ഈ ഭാഗത്തെ ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മലപ്പുറം കോട്ടക്കലിൽ നിന്ന് കണ്ണൂരേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മതി. അതായത് പറന്ന് പോകുകയല്ല കേട്ടോ. ആ ഒരു ബ്ലോക്കൊന്നും ഇല്ലാതുണ്ടെങ്കിൽ 1 മണിക്കൂർ മുന്നേ നമുക്ക് എത്താൻ പറ്റും. ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ റീച്ചിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇനി അടുത്ത റീച്ചിലെ അടിപൊളി മാറ്റങ്ങൾ കാണാം. ഏതായാലും വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീക്കോളിട്ടോ. അപ്പോൾ ഓക്കെ, ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.